മദീനത്തെ പള്ളിയിൽ നോക്കൂ, മദീനത്തെ പള്ളിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇമാം നിൽക്കുന്ന കാലത്ത് ഉമ്മൈദുൻ സാഇദി റളിയല്ലാഹു അൻഹ വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുന്ന മദീനത്തെ പള്ളിയിൽ മുത്തനബി പുറത്തിരിക്കുമ്പോൾ സഹാബിയത്താകുന്ന ഈ വനിത വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ ഇന്നി ഉഹിബ്ബുസ് സലാത്ത മഅക യാ റസൂലല്ലാഹ്. നബിയെ മദീനത്തെ പള്ളിയിൽ അങ്ങയോടുകൂടെ നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കണ്ടോ, മദീനത്തെ പള്ളിയിൽ അന്ന് പെണ്ണുങ്ങൾ യഥേഷ്ടം പോയിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. എന്താ സഹാബിയത്താകുന്ന വനിത ചോദിക്കുന്ന, നബിയെ അങ്ങയോട് കൂടെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? ഓ, നിന്നെ പോലുള്ള മഹിളാ രത്നങ്ങളാണ് ഇസ്ലാമിന് ആവശ്യം, കടന്നു വാ മോളെ എന്ന് പറഞ്ഞില്ല. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കെന്താ? ഖദ് അലിംതു, എനിക്ക് ബോധ്യമായി മോളെ, അന്നകി തുഹിബ്ബീന സ്വലാത മഅ, നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ താല്പര്യമുണ്ട്, നിനക്ക് മനസ്സിലായി. പക്ഷേ മോളെ, മദീനത്തെ പള്ളിയിൽ നീ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് പുണ്യം നിന്റെ വീടിന്റെ ഉള്ളിൽ പോയി നിസ്കരിക്കലാണ്. ആ മഹദി ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്, ആ മഹദി തിരിച്ചുപോയി വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ സ്ഥലമുണ്ടാക്കി. പിന്നീട് ആ മഹദി നിസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടില്ല. ഹത്താ ഫാറഖത്തി ദുനിയ, ഈ ലോകത്തോട് വിട പറയുന്നത് വരെ ആ പെണ്ണ് പുറത്തിറങ്ങിയിട്ടില്ല. ഇതല്ലേ ഇസ്ലാമിന്റെ നിലപാട്? പഴയകാല വഹാബി പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ എടുത്ത് നോക്കുന്നു, അതിലും പറയുന്ന പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ്ട, വീട്ടിൽ നിസ്കരിക്കണമെന്നാ. പിന്നെ ഏത് പെണ്ണ ആദ്യമായിട്ട് പള്ളിയിൽ പോയത്? മലപ്പുറം ജില്ലയിലെ ഒതായിലെ വെള്ളാറമ്പാറ ഖദീജക്കുട്ടി എന്ന് പറയുന്ന പെണ്ണാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് പള്ളിയിൽ പോയതെന്ന് പറയുന്നത് നമ്മളല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാസികയായ അവരുടെ മാഗസിനായ പുടവ മാസികയിൽ പറയുന്നു, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് പള്ളിയിലേക്ക് പോയത് സഹാബത്തിന്റെ ഭാര്യമാരല്ല, താബിഈങ്ങളുടെ ഭാര്യമാരല്ല, തബഉ താബിഈങ്ങളുടെ ഭാര്യമാരല്ല, മഖ്ദൂമി പണ്ഡിതന്മാരുടെ ഭാര്യമാരല്ല, അവരുടെ പിൻഗാമികളുടെ ഭാര്യമാരല്ല, മമ്പറം തങ്ങളുടെ ഭാര്യമാരല്ല, പാണക്കാട്ടെ തങ്ങന്മാരുടെ ഭാര്യമാരല്ല. പിന്നെ ആരാ? കേരള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് പള്ളിയിലേക്ക് പോയ പെണ്ണ് ഒതായിലെ മുജാഹിദ് കേന്ദ്രത്തിലെ വെള്ളാറമ്പാറ ഖദീജക്കുട്ടി എന്ന പെണ്ണാണെന്ന് അവർ പുസ്തകം രേഖപ്പെടുത്തി. നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളി, അതിന്റെ മഹത്വം എത്രയാണ്? ചൊക്ലി പള്ളിയിലും എന്റെ നാടായ മണ്ണാർക്കാട്ടെ പള്ളിയിലും മലപ്പുറത്തെ പള്ളിയിലും കോഴിക്കോട്ടെ പള്ളിയിലും അജ്മീറത്തെ പള്ളിയാലും ശരി, ഏത് പള്ളിയിൽ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ച 2 റക്അത്തിന്റെ കൂലി കിട്ടുള്ളൂ. പക്ഷെ മദീനത്തെ പള്ളി അങ്ങനെയല്ല, മക്കത്തെ പള്ളി അങ്ങനെയല്ല. അതിനൊക്കെ ലക്ഷക്കണക്കിന് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന പള്ളിയാണ് ആ മദീനത്തെ പള്ളി. ആരവിടെ ഇമാമ്? ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ മഅ്മൂമിങ്ങള്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാരഥന്മാരായ സഹാബികൾ മഅ്മൂമിങ്ങളായിട്ടുള്ള പള്ളി. ആ പള്ളിയിൽ വന്നിട്ട് സയ്യിദത്തുനാ ഉമ്മു ഹുമൈദത്തുൽ സായിദി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ ഇന്നി ഉഹിബ്ബുസ് സലാത്ത മഅക യാ റസൂലല്ലാഹ്, മദീനത്തെ പള്ളിയിൽ അങ്ങയോടുകൂടെ നിസ്കരിക്കട്ടെ. അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? മോളെ, ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ വീടിന്റെ ഉള്ള. എന്നിട്ടാണ് കേരളത്തിലെ വഹാബികൾ പറയുന്നത്, മോളെ വീട്ടിൽ നിന്നിട്ട് പുറത്തേക്ക് ആ സലഫി പള്ളിയിൽ നിസ്കരിക്കലാണ് പുണ്യം. നമ്മൾ ഏത് സ്വീകരിക്കണം? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത് നിന്നാ പോരെ? സഹാബത്ത് പഠിപ്പിച്ചു കൊടുത്ത് നിന്നാ പോരെ? താബിഈങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലൗകാൻ ലഹുന്ന ഫീ ദാലിക ഫളൽ, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിൽ വല്ല പുണ്യമുണ്ടായിരുന്നുവെങ്കിൽ, വല്ല പുണ്യം, അങ്ങനെ ഉപയോഗിച്ച വാക്കാണ് ഫളലിൻ, വല്ല പുണ്യമുണ്ടെങ്കിൽ സഹാബത്തവരോട് കൽപ്പിക്കുമായിരുന്നു. സഹാബത്ത് പെണ്ണുങ്ങളോട് പള്ളിയിലേക്ക് പോകാൻ പറയുമായിരുന്നു. പക്ഷേ ഒരു സഹാബിയും ഒരു പെണ്ണിനോടും പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞതായി ഒരൊറ്റ താരീഖിന്റെ കിതാബുകളിലും ഒരു അംഗീകരിക്കപ്പെടുന്ന രേഖകളിലും കാണാൻ കഴിയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക.